ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം എൻ്റെ മാത്സിൻ്റെ പബ്ലിക് ലാബ് പ്രാക്ടിക്കൽ കഴിഞ്ഞു ആൻഡ് എൻ്റെ കെമിസ്ട്രി ലാബ് പ്രാക്ടിക്കലും കഴിഞ്ഞു. സോ ഫാർ ഇറ്റ്സ് ഗുഡ്. ലൈക്ക് കെമിസ്ട്രിയും ഞാൻ വിചാരിച്ച അത്രയും പാടായിരുന്നില്ല. ഓക്കെ, എൻ്റെ ഒരേ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അമോണിയം കാർബണേറ്റ് കിട്ടണം എന്നായിരുന്നു, സോൾട്ട്. ആൻഡ് നടന്നില്ല. അമോണിയം കാർബണേറ്റ് അല്ല എനിക്ക് കിട്ടിയ സോൾട്ട് ബേരിയം ക്ലോറൈഡായിരുന്നു. ഞാൻ വിചാരിച്ചു അമോണിയം കാർബണേറ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഒരു ലെഡ് അസറ്റേറ്റ് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചതാണ്. ബട്ട് എനിക്ക് കിട്ടിയത് ബേരിയം ക്ലോറൈഡാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. എനിക്കും എൻ്റെ ഫ്രണ്ടിനും സെയിം സോൾട്ടാണ് കിട്ടിയത്. ഞങ്ങൾ പക്ഷേ അടുത്തടുത്തല്ല തന്നത്, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും സെയിം സോൾട്ടാണ്, ബേരിയം ക്ലോറൈഡാണ് കിട്ടിയത്. ഞങ്ങൾ രണ്ടും ആണ് ആദ്യം ചെയ്ത് കഴിഞ്ഞത്. സോ ഞാൻ ലാബിൽ വെച്ച് നമുക്ക് സ്കൂൾ ലാബിൽ ചെയ്യുമ്പം ബേരിയം ക്ലോറൈഡൊക്കെ വന്നാൽ ഞാൻ ബെല്ലടിച്ച് കഴിഞ്ഞാലും ചെയ്ത് കഴിയാത്തതാണ്. ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗസ്സ് കിട്ടുമല്ലോ. ഇപ്പം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബേരിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, അങ്ങനെ നമ്മൾ ഒരു ഗസ്സിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ബേരിയം ആണെന്ന് ഗസ് ചെയ്തതാണ്. ആൻഡ് നമ്മൾ എന്നിട്ട് നേരെ എന്ത് ചെയ്തു, ഫ്ലെയിം ടെസ്റ്റ് ചെയ്തു. ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തില്ല കാറ്റയോണിൻ്റെ, നേരെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്തു. ഫ്ലെയിം ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഗ്രാസി ഗ്രീൻ കളർ ഫ്ലെയിം കിട്ടി. എനിക്ക് ഗ്രാസി ഗ്രീൻ കളർ ഫ്ലെയിം കിട്ടി. ആൻഡ് പിന്നെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തു. ആൻഡ് കിട്ടി. ആൻഡ് പിന്നെ ബേരിയം ആണെന്ന് കിട്ടി. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫ്ലെയിം ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ ബേരിയം ക്ലോറൈഡ് കിട്ടി. ആൻഡ് ടൈട്രേഷന് എനിക്ക് കിട്ടിയത് K2CO3യും HCl കൂടെ ഉള്ളതാണ്. ആൻഡ് അത് ഓക്കെ ആയിരുന്നു. അത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. ടൈട്രേഷനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ടൈട്രേഷൻ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സോ ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കെമിസ്ട്രി ലാബിൽ നിന്ന് കിട്ടിയത്. നമ്മൾ വിചാരിച്ച അത്രയും ലേറ്റ് ആയില്ല, നേരത്തെ ഇറങ്ങാൻ പറ്റി ചെയ്തിട്ട്. ആൻഡ് വൈവ ചോദിച്ചു. ഞാൻ സോൾട്ട് ടൈട്രേഷൻ വൈവ ഒന്നും ചോദിച്ചില്ല. അത് കൊടുത്തു. ഞാൻ എഴുതിയ കാൽക്കുലേഷനെല്ലാം എഴുതിയ പേപ്പർ കൊടുത്തു. ആൻഡ് എന്നിട്ട് സോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെന്നു. ആൻഡ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെന്നപ്പോൾ നമുക്ക് വൈവ ചോദിച്ചു. എന്നോട് ആദ്യം ചോദിച്ചത് ബേരിയം ഏത് ഗ്രൂപ്പിലുള്ള കാറ്റയോൺ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 5th ഗ്രൂപ്പ്, ബേരിയം 5th ഗ്രൂപ്പിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ 5th ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പറയാൻ പറഞ്ഞു. അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിലാണ്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ഇനി എന്ത് പറയണം എന്നറിഞ്ഞ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ കുറേ പേരൊക്കെ മലയാളത്തിലാണ് പറഞ്ഞത്. ഞാൻ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിച്ച് വെച്ച രീതിയിൽ ഞാനങ്ങ് പറഞ്ഞു. 2 little of salt add 2 little of salt solution, add ammonium chloride, ammonium hydroxide and ammonium carbonate solution, we get white precipitate and presence of group 5 cation എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഓക്കെ. അപ്പോൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു ഫ്ലെയിം ടെസ്റ്റ് ചെയ്തോ? ഞാൻ പറഞ്ഞു ചെയ്തു. ഫ്ലെയിം ടെസ്റ്റ് ഏത് കളറാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു ഗ്രാസി ഗ്രീൻ കളറേഷൻ. ഓക്കെ, അത്രേ ചോദിച്ചുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു പേപ്പർ എന്നിട്ട് പറഞ്ഞു പോയി എഴുതിക്കോളാൻ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എനിക്കാണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ വൈവ ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നത്, ഇനി ആ സമയത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ പറയാൻ പറ്റി. ഈ 2-3 ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ടൈട്രേഷൻ ബേസ് ചെയ്ത് ചോദ്യമൊന്നും ചോദിച്ചില്ല. എനിക്ക് നാളെ ഫിസിക്സ് ലാബാണ്. എനിക്കറിഞ്ഞൂടെ ഏത് കിട്ടുമെന്ന്. എനിക്ക് നല്ല രീതിയിൽ ടെൻഷനുണ്ട്. ഫിസിക്സ് മാത്സിനെയും കെമിസ്ട്രിയും കാട്ടിലും എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഫിസിക്സ്. കാരണം എനിക്കറിഞ്ഞൂടാ ഫിസിക്സ്. ഞാൻ യൂട്യൂബിലൊക്കെ വൈവയുടെ വീഡിയോ കണ്ടപ്പം നമുക്ക് ലാബിൽ പഠിച്ചിട്ടില്ലാത്ത നമ്മൾ കൺസെപ്റ്റ് വൈസ് ഉണ്ടല്ലോ, ചാപ്റ്റർ വൈസ് ഉള്ള ചോദ്യമൊക്കെയാണ് വൈവ എന്ന് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ. എനിക്ക് മുമ്പ് എൻ്റെ ക്ലാസ്സിലെ തന്നെ 2 ബാച്ചുകാർക്ക് ഫിസിക്സിൻ്റെ ലാബ് കഴിഞ്ഞു. അവരോടൊന്നും വൈവ ചോദിച്ചില്ലെന്നാണ് പറഞ്ഞത്.
ആൻഡ് അവരോട് തന്നെ കെമിസ്ട്രിക്കും വൈവ ചോദിച്ചില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കെമിസ്ട്രിക്ക് ഞാൻ കയറിയ ബാച്ചിന് കെമിസ്ട്രി വൈവ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് ഫിസിക്സും ഞാൻ കയറുന്ന ബാച്ചിന് വൈവ ചോദിക്കുന്നതാണ്. അത്രയൊരു ലക്ക് അത്രയും ലക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബേരിയം ക്ലോറൈഡ് കിട്ടിയത്. ബട്ട് ഞാൻ അത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല ബേരിയം ക്ലോറൈഡ്. ഞാൻ ജസ്റ്റ് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും കിട്ടിയ അമോണിയം കാർബണേറ്റ്, ലെഡ് അസറ്റേറ്റ് ഇതൊക്കെയാണ് ഞാൻ കണ്ട എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി അതെല്ലാം കിട്ടുള്ളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ബേരിയം ക്ലോറൈഡാണ്. അങ്ങനെ ആയിരിക്കും മെയിനായിട്ട് വൈവ ചോദിക്കാൻ സാധ്യത. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന കാറ്റയോൺ ഏത് ഗ്രൂപ്പിലുള്ള കാറ്റയോൺ ആണെന്നും ആ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റും, ഇനി ആഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആഷിൻ്റെ കളർ ഏതാണ്, ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിമിൻ്റെ കളർ ഏതാണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ സാധ്യത. നിങ്ങൾക്ക് എല്ലാവർക്കും കെമിസ്ട്രി കഴിഞ്ഞോ, വൈവ എന്തൊക്കെ ചോദിച്ചു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത എക്സാമിൻ്റെ എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ഇനിയും ഫിസിക്സ് പഠിക്കണം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി ലാബുള്ളവർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ലാബ് എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക. താങ്ക് യു.